ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എല്ലാവരും എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി മറ്റ് പല പ്രാർത്ഥനകളെക്കാളും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞൊരു പുതിയ ജീവിതം ആൾക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാകണത് ഈ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ അവസാനം പറയവർ, എൻ്റെ മരണം വരെ ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടി ജീവിക്കും. അപ്പം നമ്മളത് പറഞ്ഞു കൊടുത്തതല്ല, അവർ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ പറയണതാണ്. ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്നുള്ളത് ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ അത് ചികഞ്ഞ് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ നിങ്ങളോട് പൊതുവായിട്ട് പറയണത്. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ഉടമ്പടി ഒരു സാധാരണ ഒരു വിശ്വാസത്തിൻ്റെ പ്രയോഗം അല്ല, എക്സ്പ്രഷൻ അല്ലെ പ്രഖ്യാപനം എന്നതിനേക്കാളുപരി ഉടമ്പടി അതിൽ തന്നെ ഒരു ജീവിതക്രമമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പുതുക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിരിക്കുന്നത്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ തുടങ്ങിയ കാലത്ത് 16, 17, 18 കാലഘട്ടങ്ങളിൽ ഉടമ്പടി പുതുക്കുന്നത് 1/3 പേരായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിൻ്റെ 1/3 പേരെയാണ് ഉടമ്പടി പുതുക്കത്തുള്ളത്. അന്ന് 90 ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക വിഷയബന്ധിയായ ഒരു പ്രാർത്ഥനയായിരുന്നു. ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, വിഷയം. ഉടമ്പടി തുടക്കുന്ന കാലത്ത് 16 തുടങ്ങി 17, 18, 19, 20, പിന്നെ കോവിഡ് കാലം 20 വരുമ്പോൾ കോവിഡാവും. അതുവരെ ഇങ്ങനെ ഉടമ്പടി ഒരു വിഷയബന്ധിയാണ് നിന്നത്. അതുകൊണ്ട് ആൾക്കാർ ഒരു 90 ദിവസം ആകുമ്പോൾ വിഷയബന്ധിയായുള്ള ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങളുമുണ്ട് വിഷയബന്ധിക്കാരെ, പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങളും പറയത്തില്ല. കാര്യം വിഷയബന്ധിക്കാരെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി. പക്ഷേ പിന്നീട് നമ്മൾ പറയാതെ തന്നെ ഇപ്പോഴെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടോബർ 2-ാം തീയതി ഉടമ്പടി പുതുക്കിയവർ എത്രയാണെന്ന് അറിയാമോ? ഒരു ദിവസം 1443 പേരാണ് ഉടമ്പടി പുതുക്കിയത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്ത് വ്യത്യാസം വരുന്നത് നോക്കിയേ. 1443 പേര് ഒരു ദിവസം ഉടമ്പടി പുതുക്കുകയാണ്. അപ്പോഴിപ്പോൾ എന്താ സംഭവിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ആൾക്കാർ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ്, സംരക്ഷണം. അവർക്ക് ആരോ തങ്ങളുടെ കൂടെയുണ്ട്, തങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും തങ്ങളെ നയിക്കാനും. അമ്മയുടെ കൃത്യമായ സാന്നിധ്യം അവരനുഭവിച്ചിട്ട് ഉടമ്പടി നിലനിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നണം. പിന്നെ മുമ്പത്തേക്കാൾ സന്തോഷം, കുടുംബത്തിലൊക്കെ വിശുദ്ധീകരണം, വചന വായനയൊക്കെ ഉള്ളത് കാരണം നല്ല ആധ്യാത്മികമായ പരിസരം, തിന്മയിൽ വീഴാതിരിക്കാനുള്ള ഒരു സംരക്ഷണം, ആകപ്പാടെ വല്ലാത്ത ഒരു ദൈവമായ അഭിഷേകത്തിൻ്റെ ഒരു കാലം. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴും നമ്മളാരും പറഞ്ഞിട്ടില്ല, അവർ തന്നെത്താൻ പറഞ്ഞാണ് ഞാനും എൻ്റെ കുടുംബവും മരണം വരെ ഉടമ്പടിയിൽ നിലനിൽക്കുമെന്ന്. കാര്യത്തിൽ ഉടമ്പടിയുടെ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നാലും ഏത് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്നാലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് വ്യക്തമാവും. അവിടെ നമുക്ക് ചിലവൊന്നുമില്ല. ആകപ്പാടുള്ള ചിലവെന്ന് പറയണത്, ഉടമ്പടി നമുക്കുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ എന്താ, വളരെ സൂക്ഷ്മതയുള്ള ഒരു ചിലവെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വിശ്വസ്തതയിൽ വെള്ളം ചേരുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. സിമ്പിളാണ്. മൊത്തം ഉടമ്പടി നമ്മൾ പഠിക്കുമ്പോഴും ആൾക്കാരെ എല്ലാ ദിവസവും ഞാൻ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകണത് ഉടമ്പടി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റേ ഉള്ളൂ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട. എന്താണ്? വിശ്വസ്തതയിൽ വെള്ളം ചേർക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാര്യം ഇത് കോവനൻ്റ് ആയത് കാരണം, ഉടമ്പടി ആയ കാരണം നമുക്ക് വേണ്ടത് വിശ്വാസത്തെക്കാൾ ഉപരി എന്താണ്? പെർസ്വേറിങ് ഫെയ്ത്താണ് വേണ്ടത്. ഫെയ്ത്ത്, നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഫെയ്ത്ത് മതി. ഉടമ്പടിയിൽ വേണ്ടത് പെർസ്വേറിങ് ഫെയ്ത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്തുടർന്ന് നിലനിൽക്കുന്ന ഫെയ്ത്താണ്. എൻഡ്യൂറിങ് ഫെയ്ത്ത് എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അതായത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം. വിശ്വാസത്തിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പവിശ്വാസം ഒന്ന് ഈശോ ഒരു തരം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ചില വിശ്വാസം ഈശോ വന്നപ്പോഴാണ് ബ്രാൻഡിങ് ഭയങ്കരമായത്. പണ്ട് എല്ലാം വിശ്വാസമാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇരിക്കുകയായിരുന്നു. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു ധാരണയാണ്, വിശ്വാസം എല്ലാം വിശ്വാസമാണെന്ന്. ഈശോ വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ ഗ്രേഡ് ബ്രാൻഡ് ചെയ്ത്, എന്നിട്ട് ഈശോ പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? അപ്പോൾ വലിയ അടുത്തുള്ള അരുമ ശിഷ്യനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. ഒരു നിമിഷം അവൻ സംശയിച്ചു പോയി. അപ്പോൾ ഉടനെ അടുത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് മറന്നുപോയി. ക്രിസ്തുവിനേക്കാളുപരി കടലിനെ കണ്ട് അവൻ പേടിച്ചുപോയി. അപ്പോൾ ക്രിസ്തു നിൽക്കുന്ന കാര്യം മറന്നിട്ട് അവൻ്റെ അനുഭവം കാരണം അവൻ പെട്ടെന്ന് സംശയിച്ചു പോയപ്പോൾ അവൻ താഴേക്ക് പോയി. അപ്പോഴാണ് കൈ നീട്ടിക്കൊണ്ട് കർത്താവ് പറയുന്നത്, അല്പവിശ്വാസി. ദാറ്റ് മീൻസ് ഷോർട്ട് ടൈം ഫെയ്ത്ത്. ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു ബ്രാൻഡഡ് ഫെയ്ത്താണ് ഷോർട്ട് ടൈം ഫെയ്ത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വിശ്വസിക്കുന്നു, വചനത്തെ പ്രതി ക്ലേശവും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ വിട്ടുപോകുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. അതായത് 13:21. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഇതാണ് അല്പനേരം. എന്താണ് അല്പവിശ്വാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യണത് പത്രോസിൻ്റെ കടലിൽ മുങ്ങിത്താഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യം ഈശോ എന്താ പറഞ്ഞത്? പ്രഭു, പത്രോസ് പറഞ്ഞു കടലിലെ മീതെ ഈശോയെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, പ്രഭു അങ്ങാണെങ്കിലേ എന്നെ കൂടി അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ അനുവദിക്കുവിൻ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു? വരൂ എന്ന് പറഞ്ഞു. അതാണ് വചനം. അപ്പോൾ ആ വരൂ എന്ന് പറഞ്ഞ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. അതിന് പക്ഷേ പത്രോസിന് ആ വരൂ എന്ന വചനം മറന്നുപോയി.
പക്ഷെ വചനത്തെ പ്രതി അതിനെ ഈ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ പ്രതിയുള്ള കുറച്ച് ക്ലേശങ്ങളുണ്ട്. ആ വരുമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ടേക്ക് ദ ബേർഡ്. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ അവൻ പറഞ്ഞു. അപ്പൊ വരൂ എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വരൂ എന്ന് പറഞ്ഞാൽ പിന്നെ ചെല്ലേണ്ട കാര്യം ആരുടേതാണ്? നമ്മുടേതാണ്. അതത്ര ഈസി അല്ല. വരുമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉണ്ടാകുന്ന ചിരിയും സന്തോഷവും ആവേശവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാഞ്ഞു പോകും. ഓരോ വചനവും നടപ്പിൽ വരാൻ അതിൻ്റെ കറസ്പോണ്ടിങ് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ ചെലവ് പടികളുണ്ട്. മനസ്സിലായി? അല്ലാതെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഏക്കത്തില്ല. ദൈവം നമ്മുടെ ഒരു വിശ്വാസവും ടെസ്റ്റ് ചെയ്യാതെ എടുക്കത്തില്ല. ഈ കളികളെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഈ പാരമ്പര്യ വിശ്വാസം കൊണ്ടിരിക്കും, ഒരു പണിയും നടക്കത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ എന്ത് കാലെ പിടിച്ച് പറഞ്ഞാലും ദൈവം പറയും, ഓക്കെ പറയണതെല്ലാം ഞാൻ കേട്ടു, പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ട്. എല്ലാം പത്തോസിനെ വരെ പറയും ടെസ്റ്റ് ചെയ്യാനുണ്ട്. നീ പറയണ കാര്യം സത്യമാണോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് വരുമെന്ന് പറയും. പിന്നെ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ കുണുങ്ങി ചാടി അങ്ങോട്ട് ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റ് വരും. എന്താണ്? പത്തോസ് കടലിൽ നോക്കും, കാലും നനയും. അപ്പോൾ താഴേക്ക് കർത്താവിനെ മാറ്റിയിട്ട് കടലിലേക്ക് നോക്കുമ്പോൾ യു എന്ന് അങ്ങോട്ട് എടുക്കും. അതായത് കർത്താവിനെ നോക്കിപ്പോയ ആളാണ് പെട്ടെന്ന് പകച്ചു പോകും. ഈ പെട്ടെന്ന് പകച്ചു പോണതല്ല, പെട്ടെന്ന് പകച്ചു പോണ അനുഭവങ്ങൾ ദൈവം തരും. മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പെട്ടെന്ന് പകച്ചു പോണതല്ല, പെട്ടെന്ന് നമുക്ക് പകച്ചു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ദൈവം തരും. ഇപ്പോൾ ഭർത്താവിൻ്റെ കള്ളുകുടി മാറാൻ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അയാളുടെ സംശയ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം അയാളുടെ സംശയം മാറി. അപ്പോൾ ദൈവമേ ഉടമ്പടി ഏറ്റ്, നേരത്തെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് പണ്ട് പത്രക്കാരനെ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാരനെ കൂടി സംശയമായി. അതാണ് പ്രശ്നം. ഒരാഴ്ച പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പത്രക്കാരനെ മാത്രമേ പുള്ളിക്ക് പണ്ട് സംശയം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റുകാരനെ കൂടി സംശയമായി. പകച്ചു പോയി നമ്മൾ പെട്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ നീലത്തിരി കത്തിച്ചിട്ട് എന്ത് കാര്യം, പച്ചത്തിരി കത്തിച്ചിട്ട് എന്ത് കാര്യം? കണ്ട സംഭവത്തിൽ പേയ്മെൻറ്റ് വിരണം കണ്ടില്ലേ? ഇതിൻ്റെ ഉടമ്പടി വഴികളിലുള്ള പേയ്മെൻറ്റ് നോക്കണം. അത് ഇതിനകത്ത് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പനേക്കും അമ്മയേക്കും മക്കളും എല്ലാവരും ഏക്കും. പക്ഷേ ദൈവം മാത്രം ഏക്കത്തില്ല. ടെസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇത് ടെസ്റ്റെന്ന് പറഞ്ഞ വിശ്വാസമാണോ? ഇത് മരണം വരെ ടെസ്റ്റുകളുണ്ടാകും. അതാണ് ഈശോ പറഞ്ഞ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. 18:7 എടുത്ത് മത്തായി സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 18:7 പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. ഇത് വളല്ലേ? പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, മാറ്റാൻ പറ്റത്തില്ല. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് എന്ന് പറഞ്ഞ പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. അല്ല, പ്രലോഭനം നല്ലതല്ല, ദുരിതം തന്നെയാണ്. അതിതുപോലെ ഇടയ്ക്കിടെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഈ പ്രതീക്ഷ ചില സമയത്ത് നേരെ കടകവിരുദ്ധമായിട്ട് സംഭവിക്കും. ഇതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. പ്രലോഭന നിമിത്തം എന്താ സംഭവിക്കണത്? ലോകത്തിന് നമുക്ക് ദുരിതം. അതാ ഒന്ന് പറഞ്ഞേ, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അയ്യോ, ഇത് കണ്ട, ഇത് ഇൻഡിസ്പെൻസിബിൾ ആണ്. അതായത് അച്ഛനായാലും കത്തനായാലും കപ്പേരായാലും കർദിനാളായാലും സംഭവം മാറ്റാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇതുള്ളതാണ്. ഇതിൻ്റെ ഈ ഫെയ്ത്ത് പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ് ടെസ്റ്റ്.
പ്രലോഭനം എന്ന് വെച്ചാൽ ടെസ്റ്റ്. കാര്യം നമ്മളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യട്ടെന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാതെ എടുക്കത്തില്ല. അതിന് ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല തരത്തിലുള്ള ഗെയിംസ് തരും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ പ്രോബ്ലംസ് തരും. പ്രോബ്ലം നമുക്ക് അധ്യാത്മം വരുമ്പോൾ അത് പ്രോബ്ലമാണ് വരണത്. പ്രശ്നങ്ങൾ തരും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ. ഈ പ്രശ്നത്തിൽ ഇപ്പം ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു കായംകുളത്തുകാരാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ സാക്ഷ്യം ഭയങ്കര രസമാണ്. പുള്ളിക്കാരനും വൈഫും ആണ് വിഷയം. വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 8 കൊല്ലമായി അവർ കല്യാണം കഴിച്ചിട്ട് ഇതുവരെക്കും മക്കളില്ല. ഞാൻ കത്തോലിക്കനൊക്കെയാണ്, പക്ഷേ എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് പറയും. എന്തൊരു കഷ്ടമാണല്ലേ, എന്തൊരു കഷ്ടമെന്ന് വെച്ചാൽ വല്ലാത്ത കഷ്ടമാണ്. ദൈവം എല്ലാ സംവിധാനവും വിശ്വാസത്തിന് കൊടുത്തിട്ടും കോടികളും മുടക്കി അച്ഛന്മാരെയും പള്ളികളെയും എല്ലാം സ്ഥാപിച്ചിട്ടും കുറേ ആൾക്കാർക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഫോൾട്ടാണ്, ദൈവത്തിൻ്റെ അല്ല. ദൈവം എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ സാഹചര്യത്തിനും വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ കേമത്വം നടിക്കാനോ അത് സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണത്. അതിൻ്റെ അകത്ത് ആർക്കും പങ്കില്ല. കാര്യം ദൈവം ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ഒരു ഫുൾ ടൈമേഴ്സാണ്. ഒരു സഭയിലും കാണത്തില്ല ഫുൾ ടൈമേഴ്സ്. കാത്തലിക് പ്രീസ്റ്റ് ഞങ്ങൾ ഫുൾ ടൈമേഴ്സാണ്, സിസ്റ്റേഴ്സും ഫുൾ ടൈമറാണ്. ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവിതം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാരാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജന്മം മൊത്തം പോയി പഠിച്ച് തിരിച്ച് നിങ്ങളടുത്ത് വരുമ്പോൾ സഭയുടെ ചിട്ടവട്ടങ്ങൾ ബിഷപ്പൊക്കെ എന്നാ പറയണമെന്ന് കേട്ടിട്ട് അതനുസരിച്ച് അനുദിനം ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഷോർട്ട് കമ്മീസ് വല്ലപ്പോൾ ഉണ്ടാവും. അത് 100-ൽ 1 ആൾക്കാർ, 1000-ൽ 1 ആൾക്കാരുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ തിരുത്തും. അത് മനുഷ്യന്മാരായ ചിലപ്പോൾ തെറ്റൊക്കെ വരും, അതൊക്കെ തിരുത്തും. പക്ഷേ എന്നാലും ആ ലൈഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്ഥലത്ത് ഒരു ജീവിത രീതി ഒരാഴ്ച 1 മാസം നമ്മൾ അനുവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് പാടാണെന്ന്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കി ഇട്ടിട്ട് അവനൊരു വിശ്വാസത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് അവന് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ മാത്രം ഉത്തരവാദിത്വമാണ്, വേറെ ആരും അതിൻ്റെ അത് ബാധകമല്ല. പുള്ളി അതിന് പറഞ്ഞ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ ഇതാണ്: എനിക്ക് ശാസ്ത്രമാണ് വിശ്വാസം എന്നാണ്, ദൈവമല്ല. ഞാൻ എല്ലാം ശാസ്ത്രത്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ തിരക്ക് കണ്ടിട്ട് അവളുടെ തലക്ക് അസുഖമായിട്ടാണ് അവളെ എന്നെ വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. മക്കളില്ലേ, എന്നിട്ടും തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ്റെ കാര്യം. 8 വർഷമായിട്ട് മക്കളില്ല, എന്നിട്ടും ഇവിടെ കൊണ്ടുവന്ന് ഭാര്യനെ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇതിവിടെ വന്നിട്ട് നോക്കി നിന്ന് ഭാര്യ പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. ഉടമ്പടിയൊന്നും എടുത്തില്ല, പോയി. 2ഉം കൂടി ഉടമ്പെടുക്കാതെ പോയി. ഇവൾ ഈ തിരക്കിൽ ഈ ഭാര്യയും ഭർത്താവിനെ ഈ തിരക്കിലോട്ട് കൊണ്ടുവന്ന കാരണം അവൾ പറയുന്നത്, ഞാൻ ഓട്ടോറിക്ഷ പോലും പിടിക്കാതെ അവളെ നടത്തിച്ചു കൊണ്ടുപോയെന്ന് ഇവിടെ കലവൂർ വരെ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടും മക്കളെ വേണമെന്നുള്ള ആഗ്രഹം ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട് അവളെ. പക്ഷേ ഈ മനുഷ്യനെ വിശ്വാസമില്ലാത്ത ആളെ ചുവന്നുകൊണ്ട് പോയാൽ വിശ്വാസം ഉള്ളവരുടെ വിശ്വാസം കൂടി പോകും. അത് കാരണം അവളെന്ത് ചെയ്യുന്നറിയാമോ, ഈ മനുഷ്യനെ ഇട്ടും ഒരു അനുഭവം കിട്ടിയല്ല, അത് കാരണം ഒളിച്ചും പാത്തും അവിടെ നിന്ന് ഉണ്ടയിട്ട് വീട്ടിൽ നിന്ന് വേറെ ഒരു ദിവസം ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ അവൾക്ക് പേയ്മെൻ്റ് ആയില്ല. അതാണ് ഞാൻ പേയ്മെൻ്റ് എന്ന് പറയണത്. ഭർത്താവ് ഇവിടെ വന്ന് നോക്കിയിട്ടും തന്നെ വലിച്ച് ഇഴച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടും പിന്നെ അവളെ ഒറ്റയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത് നിങ്ങൾക്കറിയാമല്ല, അമ്മ സത്യമല്ലേ, ദൈവം സത്യമാകുന്ന പോലെ തന്നെ. അതുകൊണ്ട് ഇതെല്ലാം കാണുന്ന ദൈവമില്ലേ, അവൾ അത്രയും പേയ്മെൻ്റ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. അമ്മ എന്ത് ചെയ്യുന്നറിയാവാ, ഈ ഉപ്പ് കഴിച്ച് തിരികെ എത്തിച്ചപ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൾ പ്രഗ്നൻ്റായി. ആഴ്ച പ്രഗ്നൻ്റായി. അപ്പം ഭർത്താവിന് വിശ്വാസമായി. കാര്യം എന്താണ്, ഇയാൾ ശാസ്ത്രം പറഞ്ഞിരുന്നിട്ട് IVF-ഉം പല പരിപാടിയൊക്കെ ചെയ്തില്ല അങ്ങേര്, എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ.
അവസാനം ഇവിടെ അമ്മയടുത്ത് വന്നപ്പോൾ ഒറ്റ വരവിന് ഒരാഴ്ച കൊണ്ട് തന്നെ അവൾ പ്രഗ്നൻ്റായി. ആ കുട്ടിയെ കിട്ടിയപ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം അയാളുടെ ശാസ്ത്രം അവിടെ പരാജയപ്പെട്ട കാരണം അയാൾ വിശ്വാസത്തിലേക്ക് വന്ന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ കുഞ്ഞും ജനിച്ച്. അപ്പം അതിന് മറ്റേത് മുല കൂടി മാറിയില്ലെങ്കിൽ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി എടുത്ത്. അമ്മയുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ 8 കൊല്ലമായിട്ട് കുഞ്ഞില്ലാത്ത ആൾക്കാരാണേ. ഒരു പിക്ചർ മാറുന്ന മാറ്റം കണ്ടില്ലേ? ഉടമ്പടിയിലൂടെ പിക്ചർ മാറുന്ന മാറ്റം കണ്ടില്ലേ? അതായത് ഈ രണ്ടാമത്തെ കുഞ്ഞിനെയും കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെയും പ്രഗ്നൻ്റായി. അതോടുകൂടി ആ ചേടത്തിയുടെ പടം കൊഴിഞ്ഞ്. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ പക്ഷേ ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് പ്രശ്നം. ദൈവം അംഗീകരിക്കത്തില്ല. ഇപ്പം എന്ത് ചെയ്ത് അവൾക്ക് ഈ കുഞ്ഞിനെ മൂന്നാമത്തെ കുഞ്ഞിനെ കൊല്ലണം. കണ്ടാ എങ്ങനെയുണ്ട് പരിപാടി? പണ്ടൊരു കുഞ്ഞിന് വേണ്ടി തെണ്ടി നടന്നതാണ്. ഇപ്പം മൂന്നാമത്തെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് രാത്രിയും പകലും ഇവൾ നിലവിളിക്കുകയാണ്. എന്തിനാണ്? നമുക്കിതിനെ അബോർട്ട് ചെയ്ത് കളയാം, നമുക്കിതിനെ അബോർട്ട് ചെയ്ത് കളയാം. എന്താണ്ട് കാര്യം? ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കൊല്ലണേടി? നീ എന്താ ഇങ്ങനെ പറയണത്? അപ്പോൾ അയാൾക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം വിശ്വാസം കിട്ടിയപ്പോൾ അയാൾക്ക് സത്യസന്ധമായ വിശ്വാസം കിട്ടി. അയാൾ പറയണത് കൊലപാതകമല്ലേ ഇവൾ പറയണത്. വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കൊരാശ്വാസം സന്തോഷം ഉണ്ടാകുമ്പോൾ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അയ്യോ എൻ്റെ 5 പൈസ ഇല്ലെന്ന് പറയും. ഞാൻ ചെയ്യത്തില്ല, നമുക്ക് വേണ്ടെന്ന് പറയും. കണ്ട, ഇത് ഇങ്ങനെയൊക്കെയുള്ള കള്ള വിശ്വാസങ്ങൾ ആൾക്കാർക്കുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് തിരിക്കണതിൻ്റെ കാര്യം. വലിയ വിശ്വാസം, ചെറിയ വിശ്വാസം എന്നൊക്കെ ഈശോ പറയത്തില്ലേ? അതിൻ്റെ കാര്യം അല്പവിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തിന് പേയ്മെൻറ്റ് കൊടുക്കണ അനുസരിച്ചാണ് വിശ്വാസം വലുതാകണത്. ദൈവം എപ്പോഴും നോക്കണത് വലിയ വിശ്വാസം എന്നാണ് പറയണതെന്നുണ്ടെങ്കിലും അതെന്താ ട്രൂ ഫെയ്ത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസം എന്ന് വെച്ചാൽ ടെസ്റ്റഡ് ഫെയ്ത്താണ് സത്യവിശ്വാസം. അതിന് കള്ളൻ അല്ല. ഇപ്പം ഇവൾക്ക് വിശ്വാസം ഒരു ടെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവൾ എന്തുകൊണ്ടാണ് രാത്രിയും പകലും ഉറക്കവുമില്ല, ഊണുമില്ല? ഇവൾക്ക് ഡിപ്രഷനായി. പ്രഗ്നൻ്റുമാണ്, ഇവൾ ഡിപ്രഷനുമാണ്. ഇവളെ കൊണ്ട് സൈക്കാട്രി കാണിക്കേണ്ടി വന്ന അവസാനം. ഭർത്താവിനാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലാൻ താല്പര്യമില്ല, ഇവളാണെങ്കിൽ കുഞ്ഞിനെ കൊന്നേ മതിയാകത്തുള്ളൂ. എന്നാടി കാര്യം എന്ന് പറയുമ്പം ആൾക്കാരൊക്കെ കളിയാക്കണം എന്നാണ് കാര്യം. കണ്ട നോക്കിയേ. അപ്പോൾ ദൈവം അവിടെ ഇല്ല. ഇപ്പം ആരാ വന്നിരിക്കുന്നത്? ദൈവമായിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കുകയും ചെയ്യുന്ന പരിപാടി നമ്മുടെ കയ്യിലുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണ പലപ്പോഴും ഒരു സൊസൈറ്റീനെ വെച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. രഹസ്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. രഹസ്യത്തിൽ അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് സാക്ഷ്യം പറയാൻ പോകാമെന്ന് പറഞ്ഞിരിക്കല്ലേ? പോതില്ല. ഓന്തോടിയ വെയിൽ വരെ, ചെമ്മീൻ ചാടിയ ചട്ടി വരെ നീ തിരിച്ചു വരേണ്ടി വരും. ദൈവത്തിനെ പറ്റിച്ചിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ആരോടും അറിയാതെ തൻ്റെ കേമത്വമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു മകളെ ഇവിടെ തന്നെ നീ വരേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ ഒറ്റ നടക്കി സംഭവം പോകത്തില്ല. എന്താ കാര്യം? നീ ഫ്രോഡാണെന്ന് ദൈവത്തിന് ആദ്യമേ മനസ്സിലായതാണ്. ഒരിക്കൽ നമ്മളോർക്കുക, നിങ്ങൾക്ക് ഭർത്താവിനെ പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം, അയൽവാസികളെ പറ്റിക്കാം. ദൈവത്തിനെ പറ്റിച്ചാൽ ആ പാട് അവിടെ കിടക്കും. ഈ ഗർഭിണികളൊക്കെ 9-ാം മാസം 6-ാം മാസം ആകുമ്പോഴൊക്കെ മൂത്ത പിള്ളേരുണ്ടെങ്കിൽ അമ്മൂമ്മ പറയത്തില്ലേ, എടി കുഞ്ഞ് അമ്മയുടെ ചെല്ലല്ലോ, എന്താ ഈ കൊച്ചിന് അകം കൊണ്ട് വയറായിട്ട് വല്ല മാന്തിയിട്ടുണ്ടെങ്കിൽ ആ ഗർഭിണിയുടെ വയറിൻ്റെ കൊച്ചു മാന്തി നഖത്തിൻ്റെ പാട് അങ്ങനെ തന്നെ മരണം വരെ കിടക്കും. എന്താണ്? ശരീരം ലൂസ് ചെയ്തിരിക്കണല്ലേ? ശരീരം ഇളമക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പാടിട്ടാൽ മതി, അവിടെ കിടക്കും അത്. അതുപോലെ തന്നെ ദൈവത്തിനായിട്ടൊരു പണി കൊടുത്താൽ ആ പാടങ്ങനെ കിടക്കും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോഴേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രയേലിൻ്റെ ഇത്രയും യുദ്ധം ഉണ്ടെങ്കിലും കർത്താവ് നമ്മളവിടെ ധ്യാനിപ്പിക്കാൻ വിളിച്ചായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ജെറുസലേമിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജെറുസലേമിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ മലയാളികൾ എത്രയോ 100 കണക്കിന് മലയാളികളാണ് വരുന്നത്.
അപ്പം ഞാൻ അവരെല്ലാവരോടും ധ്യാനത്തിൻ്റെ സമയത്ത് പറഞ്ഞു, അതായത് നമ്മൾക്ക് സമയത്ത് ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ ഇസ്രയേലിലുള്ളവർ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ എനിക്ക് ഭർത്താവിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, മക്കളുമായിട്ട് വന്ന് കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ന്യൂസിലൻഡിൽ പോയാൽ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കെട്ടിയെടുത്ത് ന്യൂസിലൻഡിലേക്ക് പോകാം. അപ്പം അങ്ങനെ ന്യൂസിലൻഡിലേക്ക് പോകാൻ കൊണ്ട് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ കുറേ എണ്ണം കൈപൊക്കി. ഞാൻ പറഞ്ഞു, രണ്ടാമതൊന്നും ചിന്തിക്കണേ, ഇവിടുന്ന് ചാടറാകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ നിയമങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതെനിക്ക് ജെറുസലേമിൽ ചെന്നപ്പോൾ കർത്താവ് എനിക്കൊരു ഐഡിയ തന്ന്, നിയമം ഇങ്ങനെ ചാടാൻ കുറച്ച് നിപ്പുണ്ട്, നിയമങ്ങൾ മാറിയാൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതി വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു, കൈവൊക്കെ അണ്ണന്മാരില്ല, പ്രാർത്ഥിക്കുക, കുറച്ച് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരു 10 ആ സമയത്ത് പള്ളിയല്ലായിരുന്നു, പൊതുവെ സാക്രിസ്റ്റി കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. ആ സമയത്ത് എൻ്റെ മനസ്സിൽ സംഭവം വന്നത് കാര്യം. അപ്പോഴേ ഇതോടുകൂടി ആൾക്കാർക്കൊരു വെളിവായി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്തിച്ച്, അതായത് ഒരു തെറ്റായ തീരുമാനം ഉണ്ടായാൽ മതി, പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ പണി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം ഗമയാണെന്ന് വിചാരിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ പണത്തിനോ പാർട്ടിക്കോ പറമ്പിനോ പൊന്നിനോ അതിന് ദൈവത്തിന് പകരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടിങ്ങനെ കിടക്കും. ഒറ്റടക്ക് പോകത്തില്ല ഈ സംഭവം. ഇത് എക്സിറ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോലും നിങ്ങൾ എക്സിറ്റ് ആകും കമ്പ്യൂട്ടർ നോക്കുമ്പോൾ. അതുപോലെ നിങ്ങൾ ഒരിക്കൽ ദൈവത്തിന് പണി കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ അയ്യോ ഞാൻ സാക്ഷ്യം പറയത്തൊന്നുമില്ല, ഞാൻ ആൾക്കാർ കേൾക്കത്തില്ല, നാത്തൂരുണ്ടാകും, ഇവിടെ അയൽവാസികളുണ്ടാകും, അവർ നാട്ടിൽ പോയി എന്ത് പറയും എന്നെക്കുറിച്ച്, അപ്പം എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് അറിയത്തില്ലേ. അപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് ആൾക്കാർ അറിയുകയും ചെയ്യരുത്, എന്ന സൂത്രത്തിൽ അനുഗ്രഹം അടിച്ച് മാറ്റുകയും ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്ന സൂത്രക്കാരികളുണ്ട്. നിങ്ങളോടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഓടണത് വെയിൽ വരെയേ ഉള്ളൂ, ഓന്തുപോലെ തിരിച്ചു വരും സാധനം. എന്താ കാര്യം, തിരിച്ച് വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മോന്തം ഉണ്ടാകത്തില്ല, കുറച്ച് അയലൊക്കെ നൂലിൻ്റെ പെസ ഉണ്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇനി രണ്ടാമത്തെ ടെസ്റ്റ്, ഡബിൾ ടെസ്റ്റ് വരും. നീ ഫേക്കാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് പിന്നെ 2 ടെസ്റ്റ് ആവും. ആൾക്കാർക്ക് എന്നാ പ്രശ്നം എന്നറിയാമോ, ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് കസറിക്കൊണ്ട് പ്രാർത്ഥിക്കും, എന്നാലും ഉള്ളിൽ വിശ്വസിക്കും. ഇതൊക്കെ എല്ലാവരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പറയേ, ഉടമ്പടി എടുത്തില്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ കിട്ടുമായിരുന്നു. ഇതൊക്കെ ദൈവത്തിന് അറിയാവേ, നീ മനസ്സിൽ വിചാരിക്കണത് തന്നെ. ടേക്ക് ദ ബെഡ് അപ്പ്. 139 സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. പണിയായി. എങ്ങനെയുണ്ട് ഏറ്റു പറഞ്ഞേ, കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ക്യാമറ വെച്ചിരിക്കുകയാണ് ഇവിടെ, കണ്ടത്തില്ലേ? ക്യാമറ ഇപ്പോഴല്ല മനുഷ്യൻ കണ്ടുപിടിച്ചത്. ദൈവത്തിന് പണ്ടേ സംഭവമുണ്ട്. ഞാൻ നിന്റെ മൂമെൻറ്റ്സുകൾ അകലെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പല ആൾക്കാരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ, നിങ്ങൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ പോലും നിങ്ങൾ പറയും, അതിപ്പോൾ അത് മറ്റു തരത്തിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചിട്ടി വീഴുമായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും ആ സ്ഥലം വിറ്റ് പോകുമായിരുന്നു. എൻ്റെ പൊന്നു മകനെ ഇങ്ങനെ എങ്ങാനും വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇത്രയും നാളെ കാട്ടിക്കൂട്ടിയതും എല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ആയി സാധനം. ഇനി ഏത് കാലത്ത് നിനക്ക് ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റും? പല സമയത്ത് നീ ഞെളിഞ്ഞു നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞതാണ്, ദൈവമാണ് എന്നെ സഹായിച്ചതെന്ന്. ഇതിൽ ആ പ്രാർത്ഥനയുടെ കെട്ട് വിട്ടപ്പോൾ നീ തനി നിറം കാണിക്കും. അതിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നു, ഞാൻ കുറേ കഷ്ടപ്പെട്ടതല്ലേ. അതായത് ഒരിക്കലും നിങ്ങൾക്ക് പറ്റിക്കുന്ന അബദ്ധം എന്തറിയാവോ, സാക്ഷ്യം പറയുന്നവന് 10 മാർക്ക്. ഇനി ഈ സാക്ഷ്യം പ്രതിസാക്ഷ്യമാകും, കൗണ്ടർ വിറ്റ്നസിങ്ങും ആകും, അതിന് 20 മാർക്ക് നെഗറ്റീവാണ്. എന്താ കാര്യം? നിങ്ങളിപ്പോൾ മകള് ജയിച്ചു, IELTS ജയിച്ചു, അല്ലെങ്കിൽ അവൾ റാങ്ക്, അവൾക്ക് MBBS അഡ്മിഷനുള്ള റാങ്ക് ലിസ്റ്റിൽ കയറി.
ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ ഉടമ്പടി എടുത്തു, പത്രം കൊടുത്തു, പിന്നെ അവിടെ കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളെ സഹായിച്ചു എന്ന് പറയും. ഇപ്പം പറയും. ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ തള്ള തന്നെ നാക്ക് കൊണ്ട് പറയും, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ അവളുടെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചതാണ് അവളെ. ഞങ്ങളൊരു കാറ്റക്കിസത്തിന് പോലും വിടാതെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് അവൾക്കറിയാം. അതൊക്കെ തന്നെ അപ്പം തന്നെ കൗണ്ടായിപ്പോയി. പിന്നെ ഈ സാധനം ഇനി നാളെ പോയി ദൈവത്തിനെ മറന്ന് അമ്മ ഈ മകളെ പഠിപ്പിച്ചിരിക്കണ കാരണം ഇവൾ ആരെങ്കിലും വിശ്വാസം നടക്കാത്തവനെ ലൈനടിച്ചിട്ട് അവസാനം വിശുദ്ധിയില്ലാത്ത വിശ്വാസമില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കും. അതെന്താ ഈ അമ്മ വരുത്തി വെച്ചിരിക്കുന്ന സംഭവമാണിതെല്ലാം. ദൈവത്തെ മറന്ന് മക്കളെ കാറ്റക്കിസത്തിന് പോലും വിടാതെ 1-ാം സ്ഥാനം പഠനത്തിന് കൊടുത്ത് ഉണ്ടാക്കലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നും ഉറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ കളിക്കണമെങ്കിൽ നിങ്ങളെപ്പോഴും വിചാരിക്കണം എന്താണ്, ദൈവം ഉണ്ടാവും, ഉണ്ടായേക്കൊള്ളാം, ദൈവത്തെ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചിന്തയുണ്ട് ആൾക്കാർക്ക്. ഇത്രയും നാൾ ഞാൻ കണ്ട ആൾക്കാർക്കെല്ലാം അവർക്ക് ഒരു പ്രൈമറി ആയിട്ട് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മനുഷ്യൻ, നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ഒരു കച്ച കെട്ടിയ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസത്തിന് മുഖം മൂടി അണിഞ്ഞൊരു മനുഷ്യൻ. യഥാർത്ഥ അത് ഈ മുഖം മൂടിയുള്ള കാരണം ദൈവം ഇവനിട്ട് പണിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. വിശ്വാസത്തിൽ മുഖം മൂടി വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ 10 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ കുമ്പാരി നിന്നെ പണിതിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ് ഈ കുമ്പാരി എന്നൊക്കെ ഉള്ളത്. തലതൊട്ടപ്പനാണ് ഈ കുമ്പാരി എന്ന് വിളിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നീ ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇപ്പം കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്ത് വകമാറ്റി ചെലവഴിച്ച് കഴിഞ്ഞാൽ നീ അടയാളപ്പെടുത്തു ദൈവത്തിൻ്റെ മുമ്പിലേ. എന്താ കാര്യം? പിന്നെ ആത്മവികാരങ്ങൾ വരും. ഈ സാക്ഷ്യം പറയാത്തവരോ സാക്ഷ്യത്തിൽ നിലനിൽക്കാത്തവരോ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ പിന്നെ അത് അല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരില്ല. അവരാണ് ഏറ്റവും അപകടകാരികൾ. സാക്ഷ്യമെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം 6 മാസം കഴിയുമ്പോൾ തന്നെത്താൻ ചിന്തിരിക്കുകയാണ്, അല്ലെങ്കിലും ആ സ്ഥലം വിറ്റ് മാറുമായിരുന്നു. അവിടെ ബസ് സ്റ്റാൻഡ് വന്നതൊന്നും നമ്മളറിഞ്ഞില്ലല്ല, റിയൽ എസ്റ്റേറ്റുകാർ അറിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് വന്ന കാരണം സ്ഥലത്തിന് വില കൂടണ കാരണം നമ്മുടെ സ്ഥലം നേരത്തെ അറിയാത്ത നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു. ആ സ്ഥലം ഇന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ കിട്ടിയാലും. അപ്പോൾ എന്ത് വരും? അന്ന് നിനക്ക് ജപ്തി നടപടിയിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇപ്പം ഞൊട്ടേണ്ടി വരണം. എന്താ കാര്യം? ദൈവം നിന്നോട് എന്താ അപരാധം ചെയ്ത പോലെയാണ് ഇപ്പം നീ പറയണത്. ആ സ്ഥലം വിറ്റുപോയത് ഇപ്പോൾ 6 മാസം ഇപ്പോഴാണ് ബസ് സ്റ്റാൻഡ് വന്നത്. നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് വന്ന കാര്യം പണ്ടേ റിയൽ എസ്റ്റേറ്റുകാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവന്മാർ വന്നിട്ട് പറഞ്ഞ വിലക്ക് സ്ഥലം എടുത്തിരിക്കണത്. നമുക്കറിയാൻ പോലെ അതുകൊണ്ട് നമ്മുടെ സ്ഥലം പോയി. ഓക്കെ, ദൈവത്തിന് ഒരിക്കൽ കൊടുത്ത മഹത്വം ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ഇപ്പം നീ ബസ് സ്റ്റാൻഡ് വന്ന് നീ കൊടുത്ത സ്ഥലത്ത് വില കൂടിയപ്പോൾ നീ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് കൗണ്ടർ വിറ്റ്നസ്സിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിനക്കറിയാം. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ അത് ഞാൻ അറിയുന്നു. എൻ്റെ ദൈവവേദന നിങ്ങൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കരുത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്യണം. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പറഞ്ഞേ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യനോ മൃഗങ്ങൾക്കോ കൊടുക്കാതെ എന്റെ മരണം വരെ ദൈവത്തിന് മാത്രമേ കൊടുക്കൂ. അപ്പൊ ഈ മേഖലയിലെ കോളം കൃത്യമായിട്ട് പൂരിപ്പിച്ച പിന്നെ കുറച്ച് ആശ്വാസമായി. എന്താ കാര്യം? ഇനി നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ദൈവമായിട്ട് വിശ്വസ്തത എന്നുള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പഠനങ്ങളാണിത്. ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം പിന്നെ 6 മാസം കഴിയുമ്പോൾ സാക്ഷ്യം മറിച്ച് ചിന്തിക്കുമ്പോൾ അവിശ്വസ്തതയാണ് അവിടെ വരണത്. അപ്പോൾ അത് വിശ്വസ്തതയിൽ ഉടമ്പടിയുടെ കാര്യത്തിൽ വിശ്വസ്തത മരണം വരെയാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരാളെ വിശ്വസിച്ച് പോയാൽ അയാളുടെ ക്വാളിറ്റി ആയിരിക്കും അത്. അല്ല ഓരോ അണ്ണന്മാർ വന്ന് അങ്ങോട്ട് ഉന്തുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഉന്തുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങനെ എടുക്കത്തില്ല. അവിടെ ക്വാളിറ്റിയാണ്. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി, അയാളപ്പം അങ്ങനെയോട് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് സത്യമെന്ന് വിചാരിച്ച് ഞാൻ ഈ ദൈവത്തിനെതിരെ സംസാരിക്കുന്നതിന് വെച്ച് പൊറപ്പിക്കത്തില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് ചുക്ക് സംസാരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിങ്ങൾ മരിച്ചു പോയിട്ട് മണ്ണടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ എന്നെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് എന്നാ കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല ദൈവത്തിൻ്റെ ദിവസം എനിക്കൊരു ഓർമ്മ കിട്ടും, എനിക്കത് മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണത്.
ജനങ്ങളെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും മരണം വരെ ദൈവത്തിൻ്റെ തിരുസന്നിധി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ അവകാശമായി നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയ്ക്കാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നിങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ നിശ്ചയിക്കല് ചെയ്യണത് നിങ്ങൾക്ക് ഉപ്പായിക്കൊണ്ട് നിങ്ങൾ കേടുവരാതെ സൂക്ഷിക്കപ്പെടണമെന്നുണ്ട്. എവിടെ വരെയാണ്? നിത്യതയിൽ ദൈവത്തെ കണ്ടെത്തുന്നവരെ. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് കർത്താവ് ചോദിച്ചു. എന്തുകൊണ്ടാണ്? എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണതെന്ന് കർത്താവ് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾ നയിക്കണ അരൂപി എന്താണെന്ന്. കളിയാക്കുന്നവർ നയിക്കണ അരൂപി എന്താണ്? കളിയാക്കി കേട്ടപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോകുന്ന ഇവളെ നയിക്കണ അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ് അല്ലെങ്കിൽ ലോകാരൂപിയാണ്. ലോകാരൂപിയിലെ ദുഷ്ടാരൂപിയിലെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 14:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഞൊട്ടി കേട്ടല്ല സംഭവം. എന്താ സംഭവം ഇരിക്കണം? ഒന്ന് പറഞ്ഞേ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ലോകത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയ്ക്കും ആഫ്രിക്കയ്ക്കും പറ്റത്തില്ല. ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്. കർത്താവിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ 10:32 എടുത്ത് 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറയുന്ന ആത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് ഏറ്റുപറയാത്തൊരു ആത്മാവാണ് നിനക്കുള്ളതെങ്കിൽ അത് ലോകത്തിൻ്റെ ആത്മാവാണ്. ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധ്യ പുരുഷൻ ആരാണ്? നീയോ അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന വ്യക്തികളോ സമൂഹമോ ആയിരിക്കാം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുമെന്ന് പറയുമ്പോൾ ഈ മറ്റൊരു ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ മറ്റു മനുഷ്യരും സമൂഹം ഉണ്ടാകുന്നുണ്ട്. അതിൽ പാർട്ടി ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, നിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെന്ത് വിചാരിക്കുന്ന നാട്ടുകാരെന്ത് പറയുമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവ പൈതലെ നീ ജീവിക്കുന്നത് ലോകാരൂപിയാലാണ്. ലോകാരൂപിയെ നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് 14:17 പറയുന്നുണ്ടെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നത്? അത് റോമ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒന്നിന് പറയുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്റെ ദൈവ പൈതലിനുള്ളത് അധികാരമാണ്. ദൈവ പൈതലിനുള്ളത് ശക്തിയാണ്. ശക്തിയും അധികാരം ലഭിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തിന്മകളുടെ മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാകാൻ പറ്റണത്. അപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുക, ദൈവത്തിൻ്റെ മക്കളാകുക. ദൈവത്തിൻ്റെ മക്കളായിക്കൊണ്ട് ദൈവമക്കളുടെ അധികാരം നേടുക, കഴിവ് നേടുക. അതല്ലേ യോഹന്നാൻ 1:12 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആ വചനം യോഹന്നാൻ 1:12 എന്താ പറയണത്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. പറഞ്ഞേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവപൈതലേ, ഇതുപോലെ ഓരോ പ്രോബ്ലങ്ങള് സോൾവ് ചെയ്താണ് നമ്മൾ ദൈവമക്കളുടെ കഴിവ് നേടുന്നത്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 2:12 എന്താ 1:12 എന്താ പറയണത്? തൻ്റെ നാമത്തിൽ പറഞ്ഞേ. തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. തൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ വിശ്വാസം ഒന്ന് പറയും.
വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശ്വാസം അല്ലല്ലോ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാലും ക്രിസ്തീയ വിശ്വാസത്തിൽ വരുമ്പോൾ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ ജനറലായിട്ട് ദൈവത്തെ വിശ്വസിക്കണമല്ല. വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. അവർ ഫെയ്ത്ത് ഈസ് വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. എന്താണ്? അവർ ഫെയ്ത്ത് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞ് എൻ്റെ വിശ്വാസം എന്റെ വിശ്വാസം അവൻ്റെ നാമത്തിൽ, അവന്റെ നാമത്തിൽ, അവൻ്റെ നാമത്തിൽ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുന്ന നല്ല പിതാവേ, നന്ദി പറയുന്നു, എനിക്ക് സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമെന്നും. എൻ്റെ ദൈവം ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം നല്ലതാണ്. കൃപാസനം ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം. അത് ലളിതമായിരിക്കും, വ്യക്തമായിരിക്കും വിഷയം. നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസം നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ദ ഫെയ്ത്ത്. എന്താ സംഭവം? നമ്മുടെ വിശ്വാസം എവിടെയാണ്? അവൻ്റെ നാമത്തിലാണ്. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കണം. ഈ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് നമ്മൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം? എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ, വേറെ എന്തെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? എല്ലാ മതങ്ങളും ഓരോ വഴികളാണെന്നല്ലേ പറയണത്. വേറെ ഏതെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? പറ്റത്തില്ല. എന്താ കാര്യം? അവൻ മാത്രമാണ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തത്. അതാ വിഷയം. അവൻ്റെ നാമത്തിൽ അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ, പറഞ്ഞേ, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം കൈയെടുക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് പൗലോസ് പറയണത്. ഞാൻ ആശ്രയം വച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. എന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമത്തിലാണ്. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികടേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2:9-10 ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. പറഞ്ഞേ, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞത്? കർത്താവ്. എങ്ങനെ കർത്താവ് ആകണത്? യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്.
അതായത് എല്ലാ നാവുകളും ഏറ്റു പറയണം. എന്താ പറയണം? യേശു ക്രിസ്തു കർത്താവാണെന്ന്. എന്തുകൊണ്ടാണ് ഇവൻ കർത്താവായത്? എല്ലാ നാമങ്ങളുടെയും ഉന്നതമായ നാമം. എല്ലാ നാമങ്ങളെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ജപ്തി എന്ന് പറയുന്ന ഒരു നാമമല്ലേ? ബാങ്ക് മാനേജർ നമ്മൾ പറയുന്ന ഒരു നാമമാണ് ജപ്തി. ക്യാൻസർ ഡോക്ടർ പറയുന്ന ഒരു നാമമാണ്. അങ്ങനെ ലോകത്ത് ജപ്തികളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള നാമങ്ങളുണ്ട്. സംശയം ഒരു നാമമാണ്, മദ്യപാനം ഒരു നാമമാണ്. ഇങ്ങനെ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. ഈ ഉന്നതമായ നാമം കൊണ്ട് മനുഷ്യന് സങ്കടങ്ങളുണ്ടാക്കുന്ന, രോഗങ്ങളുണ്ടാക്കുന്ന, തകർച്ച ഉണ്ടാക്കുന്ന, അപമാനം ഉണ്ടാക്കുന്ന എല്ലാ നാമങ്ങളെയും അവൻ കുരിശിൽ ബന്ധിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് രോഗം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ പറയണത്? യേശുവേ, യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഏറ്റവും ശക്തമായ ഒരു സുഹൃദൈവമാണ്. എന്താണ്? എൻ്റെ കർത്താവേ, യേശുവേ, എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ, യേശുവേ, എൻ്റെ ദൈവമേ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഈ നാമത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒരു നാമവുമില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അനുഭവത്തിൽ ഈ അനുഭവങ്ങൾ തരണേ എന്തിനാ? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്, അല്ല താഴ്ത്താൻ വേണ്ടിയല്ല. ഈ അനുഭവങ്ങളുടെ മെക്കാനിസം പഠിക്കണം. ഓരോ അനുഭവങ്ങളും തരണം എന്തിനാണ്? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്. പല ആൾക്കാരും അനുഭവം കൊണ്ട് താഴ്ന്നു പോവുകയാണ്. അതെന്താ കാര്യം? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അനുഭവങ്ങൾ എന്താണ്? അനുഭവങ്ങളിലൂടെയാണ് അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. ഭൂമുഖം മുഴുവൻ, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാകണേ എന്തിനാണ്? ദൈവത്തെ അന്വേഷിക്കാനാണ്, അല്ല പിശാചിനെ അന്വേഷിക്കാനല്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ ആഭിചാക്കാരെയും കുട്ടിച്ചാത്തിനൊക്കെ അന്വേഷിക്കും. എന്താ കാരണം? ദൈവത്തെ അറിയത്തില്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകണേ എന്തിനാണ്? ഓരോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകണേ എന്തിനാണ്? നിങ്ങൾ അത് ദൈവത്തെ അന്വേഷിക്കാനും അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്താനും വേണ്ടിയാണ്. പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ പല പല ക്രിയകൾ ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണത് എന്താണ്? അന്വേഷിച്ചെത്തുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണത്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കും. നിങ്ങൾ എന്താ കാര്യം? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമുള്ളവനാണ് കർത്താവ്. അങ്ങനെ യേശു കർത്താവാണെന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ടേറ്റ് പറയണം. മനസ്സിലായില്ലേ? ദൈവനെ മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ഓരോ വിഷയത്തെ പ്രാപിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ പ്രാപിച്ചാൽ അതിനെ ബ്ലെസ്സിങ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങളുടെ ശരീരത്തെ പ്രാപിച്ചാൽ അതിനെ ഹീലിംഗ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങൾ ആത്മാവിൽ പ്രാപിച്ചാൽ അതിനെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃപയെന്ന് പറയും. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11 കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ ഇവിടുത്തെ കാത്തലിക്സ് അല്ലാത്തവരും ക്രിസ്ത്യൻസ് അല്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾ കർത്താവിനെയാണ് വിളിക്കണത്. എല്ലാ വിഷയത്തിൻ്റെയും നാമത്തിൻ്റെയും അതിനാഥനായ കർത്താവിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനേക്കാൾ ഉപരി, എന്നെക്കാൾ ഉപരി സ്വന്തം വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സ്വന്തപ്പെട്ടവരെയോ സ്നേഹിക്കുന്നവർ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് ഈശോ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മത്തായി 10:37. മത്തായി 10:37. എന്നേക്കാൾ അധികം പറഞ്ഞ എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഒരു വിഷയം അതിൽ തന്നെ കുരിശല്ല. ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ടാക്കുന്ന വിഷയത്തെ സമീപിക്കുമ്പോഴാണ് അത് കുരിശാകണത്. അതൊരു ബ്ലെസ്സിങ് ആണ്. മൂന്നാമത്തെ ഭർത്താവ്, വിശ്വാസമില്ലാത്ത ഭർത്താവിന് വിശ്വാസം കിട്ടിയപ്പോഴേ അയാൾ അത് ബ്ലെസ്സിങ് ആയിട്ടാണ് കണ്ടത്. യേശുവിനെ കർത്താവിൻ്റെ സ്ഥാനത്ത് തള്ളിക്കളയുകയും ഇവരുടെ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാരെ കർത്താവിൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ വചനത്തെക്കാൾ നാട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കും. നാട്ടുകാരുടെ വചനത്തെ മാത്രമല്ല, പലരും പെട്ടിരിക്കണ കൂട്ടുകാരുടെ വചനത്തെ വചനം കൊടുത്തിട്ടാണ്. പലരും പെട്ടിരിക്കണത് കർത്താവിൻ്റെ വചനം നേരെ ചൊവ്വയുള്ള സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഉടായ്പുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരുടെ വചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. എനിക്ക് ഏറ്റവും പേടി ആൻറ്റിമാരെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാ പ്രസംഗത്തിലും പറയും ആൻറ്റിമാർ. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ജന്മമാണത്. നിങ്ങളുടെ പല മക്കളും വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിൽ ഈ ആൻറ്റിമാരുടെ കൈയുണ്ട്. അവർ വഴി പിഴപ്പിച്ചിട്ടാണ്. അവർ നല്ല വാക്ക് ഒരു ശാസനം കൊടുക്കുന്ന ആൻറ്റിമാരില്ലെന്നല്ല പറയണത്. പലപ്പോഴും നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ഈ അവിടെ നിന്ന് യൂറോപ്പിൽ അവിടെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടി വളരണ ആൻറ്റിമാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റണത്. ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെയെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ശ്രദ്ധിക്കട്ടെ. ലേരിയ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. ക്രിസ്തുവിനെ നമ്മൾ അകറ്റിക്കളയുന്ന ആൾക്കാരുടെ പേരാണ് എന്താണ്? ശത്രു. അവൻ ആരായിരിക്കും? മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർ അഭിഷേകം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഉടമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് 1 ഉടമ്പടി കഴിഞ്ഞിട്ടുമ്പോൾ ചില ആൾക്കാർ പോകത്തില്ല. പ്രാർത്ഥിച്ച് വിട്ടാലും പോകത്തില്ല. നിനക്കിടിയാണ്. ഞാൻ പറഞ്ഞു എന്തടി? അച്ഛാ അതെ, ഇത് അവസാനത്തെ പരീക്ഷ, ഞാൻ എഴുതണ വേണ്ടെന്നൊന്ന് പറയണം. ഞാൻ 5 എണ്ണം എഴുതി, കാശിത്രയും പോയി, 47,000 രൂപ അല്ല 4 ലക്ഷം രൂപ പോയി. ഇനി ഒരു പരീക്ഷ കൂടിയാണ്, കാശിയും വിട്ട് തരത്തില്ല, ഞാൻ എഴുതണ വേണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ അവർക്ക് തട്ടുതടിച്ച് പറഞ്ഞ് നീ എഴുതടി എന്ന് പറയും. എന്താ കാര്യം? അത് അധികാരമാണ്. ഞാനത് പറയണത് എന്താണ്? കർത്താവിലാണ് പറയണത്. പിന്നെ എൻ്റെ റിസ്ക് ആർക്കാണ്? കർത്താവിലാണ്. ഞാനും അവളും കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അധികാരം എന്ന് പറയാം. അപ്പോൾ ദൈവമക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് മക്കളെ ഇനിയുള്ള കാലങ്ങളുടെയും കരിസ്മാറ്റിക് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ആണ്. ശക്തിയുടെ പ്രകടരൂപങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. പക്ഷേ ഇവാഞ്ചലൈസേഷൻ നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. എപ്പോഴും നമ്മൾ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രത്തിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അധികാരപൂർണമായിട്ടുള്ള വർത്തമാനമായിരിക്കും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എന്താ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രു. 10:19 ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് നമ്മൾക്ക് ഇപ്പൊ ഇനി മത്തായി 28:18 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 28:18. മത്തായി 28:18. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ സുവിശേഷം കൈമാറ്റത്തിന് വേണ്ടത് അധികാരമാണ്, ശക്തിയല്ല. ശക്തിയും അടയാളം മാത്രമല്ല, അധികാരം വേണം. അധികാരം വേണമെന്നുണ്ടെങ്കിൽ അധികാരത്തിന് എപ്പോഴും നമുക്കറിയാം അധികാരം എങ്ങനെ ഉണ്ടാകണം. സഭയിൽ അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. അധികാരം ഉണ്ടാകാൻ ഒത്തിരി മാർഗങ്ങൾ നമുക്കുണ്ട്. അത് ഒരു അധികാരം ലോ സ്റ്റാറ്റസിങ് ആണ്. ഉടമ്പടിയിലെ ഏറ്റവും ഘടകമാണ് ലോ സ്റ്റാറ്റസിങ്. എന്നുവെച്ചാൽ അതിനാൽ അത്യധികം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്ക് ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവന് നാമം കേൾക്കുമ്പോഴേ താഴെ പാതാളത്തിന് ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. അധികാരത്തിന് ശക്തി അതാണ്. അധികാരമെന്ന് പറയുമ്പോൾ അധികാരമുള്ളവർക്ക് മാത്രമേ സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പത്രം കൊടുക്കുന്നവർ കർത്താവെ സുവിശേഷ ചൈതന്യത്തിൻ്റെ അധികാരം തരാൻ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ പോണത് തേളുകളുടെയും പാമ്പുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ നേർക്കാണ് പോണത്. നിങ്ങൾ പറയും അച്ഛന് കാശുണ്ടാക്കാനാണത്. നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? നിങ്ങൾക്ക് എന്ത് പത്രം നടക്കേണ്ട കാര്യമുണ്ട്? ഇതാ ശത്രുക്കളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ പിശാചിൻ്റെ എല്ലാ ശക്തികളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോണത്. ആ ശക്തിയെ അതിജീവിക്കുന്ന അധികാരം തന്നാൽ നിങ്ങളെ വിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10:19 പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതാ ശത്രുവിൻ്റെ ലൂക്കാ 10:19 പറഞ്ഞ ഇതാ ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്ന എന്റെ കർത്താവേ, എന്റെ നാമത്തെ പ്രഘോഷിക്കുന്നതിനായി എന്നെ ശക്തീകരിക്കണമേ. എന്റെ നാമത്തെ കൈ മാറുന്നതിനായി എന്നെ ശക്തീകരിക്കണമേ. അത് ഉടമ്പടിയിലാണ് മത്തായിയുടെ സുവിശേഷം അവസാനിക്കണത്. മത്തായിയുടെ സുവിശേഷം 18 എടുത്ത് 28-18 അങ്ങോട്ട് വായിച്ചൊന്നുകൂടി. അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാചനം, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് 28-20. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുഷ്ഠിക്കുവാൻ അവരെ അഭ്യസിക്കുവേൻ. അതാണ് ഞാൻ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അതാണ് ഉടമ്പടി. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? അധികാരത്തോടുകൂടി കർത്താവിനെ കൈമാറുകയും കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുകയും ചെയ്യുകയാണ്. അതിന് നെറ്റ് എഫക്റ്റ് എന്താണ്? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടിയുടെ പ്രസൻസ് അങ്ങനെ വരണത്. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഇപ്പം എന്ത് ചെയ്യുന്നറിയാമോ? ഇവളെ അറിയിക്കാതെ, പണ്ട് ഇവള് ഭർത്താവിനെ അറിയിക്കാതെയാണ് ഒന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ ഭർത്താവ് ചിരിക്കണത് എന്താണ്? ഇവള് കുഞ്ഞിനെ കൊല്ലാൻ നടക്കണ കാരണം, അവൾ ഡിപ്രഷൻ അടിച്ചിരിക്കണ കാരണം ഭർത്താവ് അവളറിയിക്കാതെ വന്ന് സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത്. ഒരു സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? എന്ത് രസമാണ് കേൾക്കാൻ. എന്നിട്ട് ആ ഉടമ്പടി ഈ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവസാനം കുഞ്ഞിനെ പ്രസവിക്കും, മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിക്കും. പ്രസവിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് മൊത്തം മഞ്ഞ നിറവാണ്. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് 80% കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറമുണ്ട്. ഇത് 80%, 90-97% മഞ്ഞ നിറവാണ്. അപ്പോൾ കുഞ്ഞിനെ ഉടനെ അവർ എമർജൻസി ആയിട്ട് വേറെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കൊച്ചിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും, 1 മിനിറ്റേ ഉള്ളു, നിങ്ങൾ എത്രയും വേഗം പോയി ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരണം. ഈ ബ്ലഡ് കയറ്റിയില്ലെങ്കിൽ കൊച്ചി ഇപ്പം മരിക്കുമെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ തീ പറഞ്ഞ് അവിടെ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലണത്. ആ ഗവൺമെൻറ് ആശുപത്രി കാണുന്ന ആദ്യമായിട്ട്. എവിടെയാണ് ബ്ലഡ് ബാങ്ക്? തിരിച്ച് കുഞ്ഞെ കിടക്കുന്ന തിയേറ്റർ എവിടെയാണ്? ഇതൊക്കെ എല്ലാം കൺഫ്യൂഷനാണ്. രാത്രി ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ഇവന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കിട്ടും. ഒരു ബ്ലഡ് കണ്ടെയ്നറിൽ ബ്ലഡ് കൊടുക്കും. ഈ ബ്ലഡും പിടിച്ചുകൊണ്ട് ഇവൻ ഓടുകയാണ്. പക്ഷേ എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല, തെക്കും വടക്കും അറിയാൻ പാടില്ല. അവിടെ ചെന്നൊരു സെക്യൂരിറ്റി ചോദിക്കുന്നത് ഈ ബ്ലഡ് എവിടെ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലഡ് കൊടുക്കും. ഉടനെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഇവൻ്റെ ചിറ്റ, തങ്കച്ചിറ്റ എന്നാണ് അവൻ പറയണത്, തങ്കച്ചിറ്റ ഇരുട്ടത്ത് കൂടി വന്ന് വെച്ചും കൊന്ത കൊണ്ടുവന്ന് ഈ ബ്ലഡേ വെക്കും. കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ. ഈ കാലത്ത് ആൾക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാ വിശ്വാസമാണ്. തങ്കച്ചിറ്റ തടഞ്ഞെടുത്തിട്ട് പറയണേ, കർത്താവേ ഈ രക്തം നിൻ്റെ രക്തം, അവളുടെ പ്രാർത്ഥിക്കുന്ന കൊന്ത എടുത്ത് ഇതിമേ വെച്ചിട്ട് രക്തത്തിൽ, കർത്താവേ ഈ രക്തം നിൻ്റെ രക്തമായി മാറട്ടെ. ഒറ്റ വാക്ക്. പിന്നെ ഇവൻ ഓടണം മുഴുവനും, കർത്താവേ നിൻ്റെ രക്തമാക്കണമേ. ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ തന്നെ നിൻ്റെ രക്തമായിട്ട് കയറണമേ എന്നാണ്. അവൻ ഒരു കണക്കിന് സ്ഥലത്ത്, സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ചാടി ബ്ലഡ് കൊടുത്ത് ബ്ലഡ് കൊച്ചിന് കയറി. അതുപോലെ തന്നെ കൊച്ച് രക്ഷപ്പെട്ട്. അവൻ ആ സാക്ഷ്യത്തിന് അവസാനം പറയേണ്ട സംഭവമുണ്ട്. എല്ലാം ശാസ്ത്രമാകാം, പക്ഷേ ശാസ്ത്രമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ഈ 1 മിനിറ്റിനുള്ളിൽ ഈ രക്തം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഈ രക്തവും കൂടെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയതിൽ ശാസ്ത്രമില്ല, അവിടെ ദൈവം മാത്രമേ ഉള്ളെന്ന്. എനിക്ക് ഭയങ്കര ഞെട്ടിപ്പോയി. അവൻ എന്ത് കറക്റ്റായിട്ടാണ് ഞാൻ അനലൈസ് ചെയ്യണത്. 1 മിനിറ്റ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ രക്തം എടുത്തുകൊണ്ട് ആ 1 മിനിറ്റാണോ 2 മിനിറ്റാണോ 3 മിനിറ്റ് ആക്കേണ്ടത് ദൈവമാണ്. അവിടെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും. ആ രക്തകത്ത് കയറുന്നവരെ ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കുന്നതിൽ ശാസ്ത്രമില്ല. അവിടെ എന്താണ്? വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് തങ്കച്ചെറ്റിയുടെ വിശ്വാസമാണ്. കർത്താവ് ഈ രക്തത്തെ നിൻ്റെ രക്തമായി മാറ്റണമേ എന്നുള്ളത്. അത് കയറുമ്പോഴാണ് കുഞ്ഞിൻ്റെ മഞ്ഞ നിറത്തിലിരുന്ന ശരീരം മുഴുവൻ ചുവന്നുകൊണ്ട് വരും. എന്താ കാര്യം? കർത്താവ് അതിനെ ആശീർവദിച്ചു. ആ കുഞ്ഞിൻ്റെ ജീവനെ തിരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ ഫെയ്ത്ത് ഗ്രാഫിലെ ഈ ഒടിയൻ ഗ്രാഫിൽ ഒത്തിരി ഒടിഞ്ഞൊടിഞ്ഞ് താഴേക്ക് പോയാൽ നിങ്ങൾ തോറ്റെന്നതിൻ്റെ അർത്ഥം. ഇടയ്ക്കൊക്കെ തിരിച്ച് ഒടിയാം, സ്വാഭാവികമാണ്. പക്ഷേ ഫെയ്ത്ത് ഗ്രാഫ് എപ്പോഴും വളരണമാണ്. വിശ്വാസത്തിൽ വളരുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ തളരുന്നതാണ് അതിൻ്റെ കൗണ്ടെന്ന് പറയണത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് മറ്റവരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, പാർട്ടിക്കാരെന്ത് പറയും, ഒരു മനുഷ്യൻ നോക്കരുത്. നിൻ്റെ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യാനാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അത് നിന്നെ ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യും. കാര്യം അവൻ്റെ നാമം എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. അവൻ്റെ നാമത്തിന് അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി അഭിഷേകം മേടിച്ച ആളാണ് നീ എന്നുള്ള ബോധ്യം. ആ ബോധ്യം നിന്നെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം പ്രാർത്ഥന വിശ്വാസം കൈകാര്യം ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും
നീയാണ് കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഗുരുതരമായ രോഗമുള്ളിടത്ത് കൈവെക്കാം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. തലവേദനയുള്ളവരെ നെറ്റി കൈവെക്കണം. ഉദരരോഗമുള്ളവരെ വയറിൽ കൈവെക്കണം. കരരോഗമുള്ളവർ നെഞ്ചിൻ്റെ കൂടിനെ കൈവെക്കണം. ഹൃദ്രോഗമുള്ളവരെ ഇടനെഞ്ചിന് കൈവെക്കണം. ടോൺസൈറ്റ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. സർവാംഗം കൂടുതൽ രോഗമുള്ളവരെ കൈവണച്ച് വെക്കണം. മൊത്തം കർത്താവിന് ശരീരം ഉച്ചയോടെ ഉള്ളംകാലം വരെ ഏൽപ്പിക്കണം. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. ശരീര രോഗങ്ങളുള്ളിടത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് യേശുവിൻ്റെ നാമത്തില്, യേശു കർത്താവിൻ്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, വിസ കിട്ടാത്ത അവസ്ഥകള്, സാമ്പത്തിക തകർച്ചകള്, വീടില്ലാത്ത അവസ്ഥകള്, സ്ഥലമില്ലാത്ത അവസ്ഥകള്, സമാധാനമില്ലാത്ത അവസ്ഥകള്, അകന്നുപോയ ഭാര്യ ഭർത്താക്കന്മാര്, മക്കളില്ലാത്തവര്, സാമ്പത്തിക തകർച്ച വന്നുപോയവര്, കടത്തിലായിപ്പോയവര്, ജപ്തിയായിപ്പോയവര്, മാരകരോഗികള്, ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. കൂട്ടായി നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങൾ ഏറ്റവും ഫലപ്രദമായ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. നിങ്ങളുടെ സ്വകാര്യ വിഷമതകളെ ഏറ്റവും ഫലപ്രദമായി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് ഈ ആരാധന സമയം. അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ സങ്കടങ്ങളെ, രോഗങ്ങളെ, തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ഡേറ്റിട്ട് ഏൽപ്പിക്കുക. ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നേക്കും